Oh hi. Welcome to our new channel Malakudi and Kudamolo S Vlog. Please give us a like and don't forget to subscribe our channel. Stay connected to us. സോറി, 3-4 ദിവസമായിട്ട് യാത്രയായിരുന്നേ. ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ശരിക്കും ഉറങ്ങിയില്ലേല് ശരീരം ചൂടാവും, പ്രഷർ കൂടും. ചെമ്പരത്യാദി എണ്ണ തേച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചോളൂ, ക്ഷീണം മാറും. ആയുർവേദ ഡോക്ടറാണ്. ഓ, എവിടുന്നായിരുന്നു ഇത്രയും നീണ്ട യാത്ര? കൽക്കട്ടയിൽ. അവിടെ എന്താ പരിപാടി? ഞാനവിടെ ഒരു പ്ലാസ്റ്റിക് എം എൽ മാനേജ്മെന്റ് ട്രെയിനിയാണ്. എൻ്റെ പേര് ശിവൻ. ഞാൻ അനിരുദ്ധൻ. കൽക്കത്തയിൽ നിന്ന് എങ്ങനെ ഇവിടെ ഈ സിറ്റി ബസ്സിലെത്തി? ഞാനിവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടിട്ട് ഒരു അർജന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. ആ ടെൻഷൻ കൂടിയായപ്പോൾ ഉറങ്ങിപ്പോയി. ഇപ്പോ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യര് ഇല്ല എന്ന് തന്നെ പറയാം. 3-4 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ടെൻഷൻ വല്ലാതെ ഉണ്ടെങ്കിൽ ശിവന് പഴയതുപോലെ ഉറങ്ങാം. ഏയ്, ഞാനും ഉറങ്ങായി. ആ, ഇതെവിടേക്കാ ഈ വഴിക്ക്? ഡോക്ടർ വീട് ഇവിടെ അടുത്ത. ഈ തിരിവ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാൽ എന്റെ വീടായി. ഞാനൊരു സത്യവതി ടീച്ചർ വീട്ടിലേക്കാ. ഓ, നമ്മുടെ ടീച്ചർ. എന്താ അറിയോ? ടീച്ചറുടെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സ്നേഹം കാണിച്ചനെ. എന്റെ തൊട്ടടുത്താണ് അവര്. ടീച്ചറുടെ ആരാ? പഴയ ശിഷ്യനാ? അല്ല, എനിക്കവിടെ വേറൊരാളിനെ കാണാനുണ്ടായിരുന്നു. ആരെ? എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട കുട്ടിയുണ്ട് അവിടെ. രാധയോ? അതെ. രാധയുടെ? അല്ല, എനിക്കിവിടെ വേറൊരു കാര്യം പറയാനുണ്ട്. രാധ എനിക്ക് വളരെ നന്നായി അറിയാം. ഞങ്ങൾ തൊട്ടടുത്താണല്ലോ. എന്ന് വെച്ചാൽ എന്റെ മോള് പതുക്കെ ഒന്ന് കരഞ്ഞാ മതി, 2 വീട്ടിലും കേൾക്കും. ഇവിടുന്ന് നേരെ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആദ്യം കാണുന്ന വീടാണ്. ഓ, നടന്നോളൂ. എനിക്കിവിടെ ആ വീട്ടിലൊന്ന് കയറണം. തളർവാദം വന്ന് കിടക്കുന്ന ഒരു രോഗിയുണ്ട് അവിടെ. നടന്നോളൂ. അമ്പിളിയമ്മാവനെ നോക്കൂ, സുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടിക്ക് അമ്പിളിയമ്മാവനെ കാണണ്ടേ? സുന്ദരിക്കുട്ടിയെ ഞാൻ ശിവനാണ്. രാധാദേവി ഒന്ന് കാണാൻ. അവള് അകത്തുണ്ട്. വരൂ. ദീപം ദീപം ദീപം. ശിവൻ കയറിയിരിക്കൂ. ഞാൻ ഇവളുടെ അച്ഛൻ വന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാം. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരിക. വീട്ടിലേക്ക് പോയില്ല. നേരെ ഇവിടെ ഒന്ന് മുറിയെടുത്ത് കുളിച്ച് നിന്റെ ഓഫീസിൽ ചെന്നു. നീ ലീവാണെന്ന് അറിഞ്ഞു. ഇവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വീട്ടിലേക്കല്ലാന്ന് കരുതി. ഈ സിറ്റിയിൽ വന്ന് വാടകയ്ക്കൊരു മുറിയൊക്കെ എടുത്തപ്പോ എന്തോ ഒരു ധൈര്യം. കയ്യിലൊന്നുമില്ലാതെ പലതവണ നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ എന്തിനാണ് പറയുന്നത്? രാധയെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. നിന്റെ വഴിയിലൊരു മുള്ളായിട്ടാണ് എല്ലാവരും എന്നെ കണ്ടത്. അത് നിന്റെ കാലിൽ തറയ്ക്കുന്നതിന് മുമ്പ് സ്വയം ഒഴിഞ്ഞു മാറാൻ എല്ലാവരും എന്നെ നിർബന്ധിച്ചു. വെറും പരിഹാസം മാത്രം കേട്ടുകൊണ്ട് എത്ര നാൾ ഒരാൾക്ക് പിടിച്ചേക്കാൻ കഴിയും? എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല. ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. എനിക്കിപ്പോ കൽക്കട്ടയിലൊരു ജോലിയുണ്ട്. മുങ്ങിച്ചാവാൻ പോകുന്നവന് ദൈവം എറിഞ്ഞു തന്നൊരു രക്ഷ. ആ ജോലിയാണ് ഇപ്പനൊരു മനുഷ്യനാക്കിയത്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. എന്നെ മറക്കാൻ കഴിയാത്ത വിധം സ്നേഹിച്ചു പോയ ഒരാളായതുകൊണ്ട് എനിക്ക് ശിവേട്ടനോട് ഒന്നേ പറയാനുള്ളൂ. ഞാനിപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. മനസ്സുകൊണ്ട് ഗർഭം ധരിച്ച് ആരും അറിയാതെ ഞാൻ പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ അമ്മ. ആ കുഞ്ഞിനെയാണ് ശിവേട്ടൻ ടീച്ചറുടെ കൈ കണ്ടത്. ഞാനൊന്ന് കെഞ്ചിയില്ലേ? കരഞ്ഞു പറഞ്ഞില്ലേ? കാത്തിരിക്കൂ എന്നൊരു വാക്കെങ്കിലും പറയായിരുന്നില്ലേ? ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു.
ജീവിതം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് വീണ്ടും ഒരു ജീവിതം നൽകാൻ രജിസ്റ്റർ വിവാഹമാണ് അടുത്ത വ്യാഴാഴ്ച. അത് കഴിഞ്ഞാൽ നേരെ എന്റെ കുഞ്ഞിന്റെ അച്ഛനൊപ്പം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആവുന്ന പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകും. സാധിക്കുമെങ്കിൽ വരണം. അന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. കരയരുത്, പ്ലീസ് കരയരുത്. ഒരുപക്ഷെ നിനക്ക് ഇങ്ങനൊരു ബന്ധം ദൈവം തന്നു തന്നെ എന്നെ ദൈവത്തിന് വിശ്വാസമില്ലാത്തുണ്ടാവും. ഈശ്വരൻ മാറിയിക്കാൻ പറഞ്ഞ മാറി എന്നല്ലേ പറ്റൂ. പോട്ടെ ടീച്ചർ, ഞാൻ വെറുതെ ഒന്ന് കാണാമെന്നൊന്ന് മാത്രം കരുതിയാൽ മതി. ഒരു വിട്ടി, എന്നും കണക്കിന് 0 മാർക്ക് വാങ്ങാറില്ല ഒരു പമ്പര വിട്ടി. വിവാഹത്തിന് എന്തായാലും ഞാനുണ്ടാവുമെന്ന് കരച്ചിൽ നിർത്തിയ ടീച്ചറോട് പറയണം. പോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സത്യസന്ധനും നീതിനിഷ്ഠനും സർവോപരി എന്റെ കഴുത്ത് നേരെയാക്കി തന്ന ആളുമായ ഈ ചെറിയ വലിയ മനുഷ്യൻ നമ്മളെ വിട്ട് പിരിയുകയാണ്. പുതിയൊരു ലോകത്തിലേക്ക്, പുതിയൊരു ജീവിതവുമായി. നാളെ രാവിലെ ഒരു അരിപ്രാവിനെ പോലെ മന്ദം മന്ദം പറന്ന് അകലുകയാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സർക്കാർ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ട്രാൻസ്ഫർ നൽകിയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാരില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഒരു MLA ആക്കേണ്ട ഉത്തരവാദിത്തമേ നിങ്ങൾക്കുള്ളൂ. ഈ മഹാനായ ഡോക്ടറെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾ എനിക്ക് വിട്ടുതരൂ. അങ്ങനെ വലിയ ഘോഷമില്ലാതെ അതങ്ങ് കഴിഞ്ഞു. നാളെ പുതിയ ആൾക്ക് ചാർജ് ഒഴിഞ്ഞു കൊടുക്കുന്നതോടെ ഇവിടുത്തെ എന്റെ ജോലി തീരും. എന്താ രാധയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല. അത്യാവശ്യം ചില സുഹൃത്തുക്കളെ വിളിക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ ആരെയും വിളിക്കണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു. എപ്പോഴാ മുഹൂർത്തം? രാവിലെ 10:30. മറ്റൊരാളുടെ ജീവിതം തട്ടിപ്പറിച്ചുകൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞതിന് മധുരം ഞാനെന്തിനാ കളയുന്നത്? രാധ ശിവനെ തന്നെ വിവാഹം കഴിക്കണം, എന്നെയല്ല. വരനും വധുവും സാക്ഷികളും വന്നോളൂ. ആ ചെല്ലു, ധൈര്യമായിട്ട് ചെല്ലു. അതിനു മുമ്പ് ശിവൻ എനിക്കൊരു വാക്ക് തരണം. സ്നേഹ കൂടുതൽ കൊണ്ട് ഭാവിയിൽ നിങ്ങൾ കലഹിച്ചേക്കാം. പക്ഷേ ആ കലഹങ്ങൾക്കിടയിലൊന്നും എന്റെ പേര് വലിച്ചെടുക്കരുത്. എന്റെ മനസ്സിൽ നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞു. അത് വീണ്ടും കാണാൻ ഞാനിവിടെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.